ഹായ്, ഇത് ഇവിടുത്തെ ഒരു രീതിയാണ് കേട്ടോ. വീട് നിർമ്മിച്ചവർ വീട് പൂട്ടി താക്കോല് വീടിൻ്റെ ഉടമസ്ഥരെ ഏൽപ്പിച്ച ശേഷമാണ് ഇവർ ഹൗസ് വാമിങ്ങിനായിട്ട് വീട് തുറന്ന് അകത്തോട്ട് കയറുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീട് നിർമ്മിച്ച് നൽകിയത്. ഇത് സാബു ചേട്ടൻ, മഞ്ജു ചേച്ചി, അതേപോലെ അവരുടെ മക്കളുമാണ്. ഇത് നമ്മുടെ കോട്ടയം പാറമ്പുഴയുള്ള സൈറ്റാണ്. ഇപ്പം അതൊരു വീടായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് മുതലുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഒന്ന് അടിതിരിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെ, നമ്മളത് ലൊക്കേഷൻ കാണാൻ പോയ സമയം മുതലേക്കുള്ള വീഡിയോസ് ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം മുതൽ ഈ ഒരു കയറി താമസിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. മിനിയൊരു ഗാനമേള വരെ അവിടെ സെറ്റ് ചെയ്തായിരുന്നു. അതായത് ലൈഫിൽ ഒരാൾ വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണത്. നമുക്കിത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ഇത് ചെയ്യേണ്ട അറിയില്ലെങ്കിൽ കൂടി ഇവരെല്ലാവരും എഫേർട്ട് നമുക്കറിയാം. കാരണം നമ്മളും ഇതുപോലെ വീടുകൾ വെച്ച് താമസിച്ച ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്കും ഇത് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മൾ ചെയ്തു കൊടുത്തൊരു വീട്, അതിൻ്റെ ഹൗസ് വാമിങ് കൂടി ഞങ്ങൾക്ക് കൂടാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ള ദിവസമാണ്. മാക്സിമം നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും എത്താൻ ശ്രമിക്കും. വളരെ ഒരു എന്താ പറയുക, വളരെ ധന്യമായ ഒരു നിമിഷമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം കൂടുതൽ ഭംഗിയാക്കാനായിട്ട് മധുവിൻ്റെ സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ ഇന്നൊരു ചെറിയ കലാപരിപാടികളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്പം സാബു, മഞ്ജു, ഉണ്ണിക്കുട്ടൻ, അതുപോലെ പൊടിമോള്, അവരടങ്ങുന്ന ഈ കൊച്ചു കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കലാപരിപാടി ആരംഭിക്കാം. ആദ്യത്തെ ഭക്തിഗാനം ആലപിക്കുന്നത് കൃഷ്ണകുമാറാണ്. ഇവിടെ കൃഷ്ണകുമാറിനെ അറിയുന്നവരാണ് എനിക്ക് തോന്നുന്നത് ഈ മുന്നിലിരിക്കുന്ന എല്ലാവരും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, വളരെ അറിയപ്പെടുന്ന ഒരു പ്ലേ ബാക്ക് സിംഗറാണ് അദ്ദേഹം. നിങ്ങൾ ഈ അടുത്ത കാലത്ത് കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഒരു ഗാനം ആലപിച്ചത് കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാറിൻ്റെ സഹോദരി അമ്മയുടെ അനിയത്തിയുടെ മോൻ, അതായത് JK എന്ന് പറയും. എസ്ര എന്ന് പറഞ്ഞ സിനിമയൊക്കെ സംവിധാനം ചെയ്തത് JK ആണ്. അപ്പോൾ ആ JKയുടെ ഒരു ചിത്രമാണ്. ആ സിനിമയുടെ പേര് ഗർ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ ഒരു പാട്ട് പാടിയത് കൃഷ്ണകുമാറാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേ ബാക്ക് സിംഗറാണ്. കൂടാതെ ചെറിയ സിനിമകളിൽ കൊച്ചു കൊച്ചു വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണകുമാറിനെ ഞാൻ ഈ ഒരു ഗാനം ആലപിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ഇതിൽ പരിചയപ്പെടുത്തിയ മധു നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ചേട്ടനാണ്. അവർ എറണാകുളത്ത് സെറ്റിൽഡാണ്. ചേട്ടനും ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെയാണ് ഈ കലാപരിപാടികൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കാര്യമാണല്ലേ. അതായത് ഇപ്പം നമ്മളൊരു വീട് കയറി താമസം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ലാഗാണ് സാധാരണ ഒരു ഫീൽ ഉണ്ടാവുക. ആ ലാഗിനെ അവർ അടിപൊളിയായിട്ട് നല്ല എൻജോയ് ആയിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു മൂഡ് തന്നെ മാറ്റിക്കളഞ്ഞു. ആദ്യമൊക്കെ എനിക്ക് തോന്നി ഗാനമേള ആൾക്കാർ കേട്ടിരിക്കുമോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയെങ്കിൽ കൂടിയും, പക്ഷെ അതില്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ട് കൂടി ആ ഇരുന്ന ആൾക്കാർ അവിടെ ഇരുന്ന് ഈ പാട്ടുകൾ കംപ്ലീറ്റ് കേൾക്കും. അതെ, മറ്റേത് എല്ലാവർക്കും വീട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫുഡ് കഴിക്കാനുള്ള തത്രപ്പാടായിരിക്കും. ഇത് അതല്ല, എല്ലാവരും റിലാക്സ് ആയിരുന്ന് പാട്ട് കേട്ട് നല്ലൊരു ആംബിയൻസ് എന്തായാലും മഞ്ജു ചേച്ചിയുടെ ചേട്ടനോട് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഈ വീടിനെ പറ്റിയിട്ട് ഇതിൽ ഇത്ര ബെഡ്റൂം ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. 850 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലേ, കോട്ടയം പാറമ്പുഴ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ ആവണതും ഇത് തുടക്ക സമയത്തൊക്കെ ഉള്ള വീഡിയോസ് ഞങ്ങൾ ചാനലിൽ ഈ ചേച്ചിയുടെ വീടിന് 11K 12K വ്യൂസും വന്നിട്ടുണ്ട്. വെറും 5000 പേരെയുള്ളൂ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ വീടിൻ്റെ, അതായത് അവർ കയറി താമസിക്കുമ്പോൾ ഉള്ളൊരു സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തരുന്നത്. എല്ലാ ആൾക്കാർക്കും വീട് വെക്കണം. അതിൽ പാവപ്പെട്ടവരുണ്ടാവും, പണക്കാരുണ്ടായിരിക്കും. ഓരോ ആൾക്കാരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ഓരോ ആൾക്കാരും വീട് വെക്കണത്. നമ്മൾ പണക്കാരൻ്റെ വീട് പോലെ നമ്മൾ ആഗ്രഹിച്ചിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് പല ബാധ്യതകളും വരും. അപ്പോൾ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ പല ആൾക്കാർക്കും തോന്നും ഇതിങ്ങനെയല്ലല്ലോ, മറ്റേ രീതിയിൽ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ അല്ലേ. അങ്ങനെ പല ആൾക്കാർക്കും തോന്നും. അത് തോന്നുന്ന ആൾക്കാർ അവരവർ വെക്കണ വീട്ടിൽ ചെയ്യാമെന്നല്ലാണ്ട് വേറൊരാൾക്ക് അത് ആപ്ലിക്കബിൾ ആവണമെന്നില്ല. കാരണം അവരവരെ പൈസയുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തികളും വീട് വെക്കണത്. സത്യം പറഞ്ഞാൽ വേറൊരാളുടെ വീട്ടിൽ ഒരാൾക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഈവൻ കോൺട്രാക്ടറായ നമ്മൾക്ക് കൂടിയില്ല അല്ലേ. അവരൊരു പ്ലാന് തന്നു കഴിഞ്ഞാൽ
അവരെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത്രയല്ല ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ? അതെ. കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിപ്പോൾ എങ്ങനെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്യാം, അതായത് ഈ റൂം ചെയ്യണ അതേ രീതിയിലാണ് ഈ വീട് ഫുള്ളായിട്ട് ചുമര് കംപ്ലീറ്റ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹാളിൽ നേരത്തെ രണ്ടുപേരിന്ന് സംസാരിക്കണ്ടായിരുന്നു വലിയ വീട് പോലെ ഫീൽ ചെയ്യണ്ടല്ലോ എന്ന്. ആ വലിയ വീട് പോലെ ഫീൽ ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ ഭിത്തി 4 ഇഞ്ച് തിക്നെസ്സേ ഉള്ളൂ. അതായത് 850 സ്ക്വയർ ഫീറ്റ് വീട് ഇത്രയും സൗകര്യം കിട്ടാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ആ 4 ഇഞ്ചിൻ്റെ ഭിത്തിയായ കാരണം കൊണ്ടാണ് ഇത്രയും സ്പേസ് നിങ്ങൾക്ക് ഉള്ളിൽ തോന്നണത്. പിന്നെ അതുകൂടാണ്ട് കോൺക്രീറ്റിൽ വീട് വയ്ക്കുമ്പോൾ അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാബു ചേട്ടനും മഞ്ജു ചേച്ചിക്കും ഞങ്ങൾ ഈ വീട് ലൈഫ് ലോങ് ആണ്. അതായത് ഇതിൻ്റെ സ്ട്രക്ചറിന് ഞങ്ങൾ മരിക്കോളോ അവർ മരിക്കോളോ ആണ് ഞങ്ങളെ ഗ്യാരണ്ടി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയണ്ട, ചുമര് കോൺക്രീറ്റ് ആയ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. ഇതിൻ്റെ ചുമര് ഒരു ക്രാക്ക് വരിക അങ്ങനത്തെ എന്ത് വരികയാണെന്നുണ്ടെങ്കിലും ലേന കൺസ്ട്രക്ഷൻ്റെ ഫുൾ എക്സ്പെൻസിൽ നമ്മളത് നേരെയാക്കി കൊടുക്കുന്നതാണ്. ഞങ്ങൾ വർക്ക് ചെയ്യണത് ഓൾ കേരളയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് ഉള്ളതും കോട്ടയത്താണ്. ഇവിടെ തന്നെ ഒരുപാട് വർക്കുകൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട് മുതൽ തിരുവനന്തപുരം വരെയാണ്. ഇനി നിങ്ങൾക്കിത് എങ്ങനെ ചെയ്തെന്നുള്ളത് അറിയണം എന്നുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ലേന കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ചാനൽ, യൂട്യൂബ് ചാനലുണ്ട്, അതേപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റയുണ്ട്. ഇതിൽ കയറി കഴിഞ്ഞാൽ ഈ സാബു ചേട്ടൻ്റെ വീട് തന്നെ ഈ ബേസ്മെൻറ്റ് മുതൽ ഈ സ്ട്രക്ചർ ആവുന്നവരെ, അതായത് ഈ രൂപത്തിലാവുന്നവരുള്ള വീഡിയോസ് അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് ഇങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സാധാരണ എല്ലാ വീടുകളും ഇപ്പോൾ ഇവിടെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ഈ വീടിൻ്റെ ചുമര് കോൺക്രീറ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു ഇന്നലെ ഈ ആണി അടിക്കാൻ പറ്റിയില്ല പറഞ്ഞു. അതായത് ഈ സാധാരണ കല്ലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആണി അടിച്ചിട്ട് തൂക്കാൻ പറ്റും. ഇതിപ്പോൾ ജസ്റ്റ് ആ പ്ലാസ്റ്ററിങ്ങിൽ മാത്രമാണ് ഇവർ ആണി കയറ്റിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വീടിൻ്റെ ചുമരും ഒരിക്കലും ഇപ്പം കല്ലിൽ ചെയ്താണെങ്കിലും ആരും ആണി അടിക്കാൻ പാടില്ല. നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് വേണം എന്തൊരു സാധനം പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രില്ല് ചെയ്തിട്ടുള്ള ചുമരിൽ നമ്മൾ ചെയ്യാൻ പാടുക. അപ്പോൾ കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ രീതിയിൽ തന്നെ ഡ്രില്ല് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ സാബുചേട്ടനും മഞ്ജു ചേച്ചിക്കും ഇങ്ങനത്തെ ഒരു വീട് വെച്ചുകൊടുക്കാൻ സാധിച്ചാൽ ഞങ്ങളെ കമ്പനിക്കും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളെ ഈ സംരംഭം വിജയിപ്പിക്കാൻ, അതായത് ഞങ്ങളിത് തുടങ്ങിയിട്ട് 2 വർഷമായി. വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ മലപ്പുറത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് ചെയ്യണതിൻ്റെ കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതേപോലെ തിരുവനന്തപുരം പോയി ചെയ്യണതൊക്കെ എന്താന്ന് കേരളത്തിൽ ഇതുവരെ ആരും കോട്ടയത്തുകാർ നല്ല മനസ്സിലായതുണ്ടെങ്കിൽ അല്ല, അതല്ല. ഈ ഒരു രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ വീടുകൾ വെക്കണത്. അപ്പോൾ ഞങ്ങളൊരു അടുത്തൊരു ഹൗസ് വാമിങ് 3-ാം തീയതി തിരുവനന്തപുരത്ത് ഒരു വീടിൻ്റെ ഹൗസ് വാമിങ് ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും എവിടെയൊക്കെ ഞങ്ങളെ പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ടെന്നുള്ളതും ഏതൊക്കെ വീടുകൾ ഫുൾ ഫിനിഷ് ആയി എന്നുള്ളതും ഇന്ന് ഈ വീട്ടിലുണ്ടായ ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവനെന്തെങ്ങനെ നടന്ന് ഷൂട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മളെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ നടന്നതെല്ലാം നമ്മളെ ചാനലിലായിട്ട് വരും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നമ്മളെ ചാനലിൽ കയറിയിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലാണ് വീടുകൾ നിർമ്മിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ചേട്ടൻ്റെ പേര് എനിക്കറിയില്ല, ശ്രീകാന്ത് ചേട്ടനും അതേപോലെ തന്നെ ഈ വീട്ടിൽ എല്ലാ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാ സൗകര്യത്തോടു കൂടി ജീവിക്കാൻ സാബുചേട്ടനും മഞ്ജു ചേച്ചിക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമ്മൾ എറണാകുളത്തുകാർക്ക് അറിയാൻ പറ്റും, മറൈൻ ഡ്രൈവിൽ ടാറ്റ കൺസ്ട്രക്ഷൻ, ടാറ്റ ഗ്രൂപ്പിൻ്റെ വലിയൊരു പ്രോജക്റ്റ്, അതായത് എത്രയോ നിലകളുള്ള വലിയൊരു പ്രോജക്റ്റാണ് എറണാകുളത്ത് ആദ്യമായിട്ട് വരുന്ന ഇങ്ങനെ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ. അത് തന്നെ വളരെ ടൈം എടുത്ത് ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മനോജിനോട് മാത്രമല്ല, ഏതൊരാളുടെ വിജയത്തിൻ്റെ പിന്നിലും അതിന് ശക്തമായൊരു ഒരാളുടെ പിന്തുണ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ പറയാൻ വിട്ടുപോകും എനിക്കറിയാം, പക്ഷെ ഞാനത് പറയും. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ അമൃതയെ അങ്ങേറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് വേണ്ട എല്ലാ പിന്തുണയും, കാരണം കേരളത്തിൽ ഒരു വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് കല്ലും കട്ടയും കൊണ്ടുള്ളൊരു പണിയല്ല. ഈ സർക്കാർ ഉദ്യോഗസ്ഥരോട് മല്ലടിച്ചുകൊണ്ട് എല്ലാ പേപ്പറുകളൊക്കെ ശരിയാക്കി ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായൊരു പരിപാടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും എൻ്റെ സഹോദരി ജയന്തിയും എൻ്റെ ബ്രദർ രഞ്ജൻ, ഞങ്ങൾ 3 വീടുകൾ ഈ കഴിഞ്ഞ ഒരു 4-5 മാസം കൊണ്ട് നിർമ്മിച്ച് ഹൗസ് വാമിങ് നടത്തിയതാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ മനോജിനും അമൃതയ്ക്കും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.
പിന്നെ അവിടെ പറയാത്തൊരു കാര്യം, കാരണം മൈക്ക് കയ്യിൽ കിട്ടിയ സമയത്ത് കൈ വർക്ക് ചെയ്യണോ എന്താ നമുക്ക് സംസാരിക്കേണ്ടതെന്ന് അറിയാത്ത, കാരണം ഈ വോയിസ് ഓവർ കൊടുക്കണ പോലെ ഒന്നല്ല 10 ആൾക്കാരെ മുന്നിൽ മൈക്ക് കിട്ടുമ്പോൾ എപ്പോഴും ഒരു പറയൽ, ഇതിന് മുന്നേ പരിചയമില്ലാത്തുള്ള എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പെട്ടെന്ന് കിട്ടിയ പോലെ. അല്ല നമുക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത് മഞ്ജു ചേച്ചിയുടെ ചേട്ടൻ അവരങ്ങനെ അനൗൺസ് ചെയ്ത് നമ്മളെ വിളിക്കണു, പെട്ടെന്നുണ്ടായതായിരുന്നു. അപ്പോൾ എന്താ പറയേണ്ടത്, ഏതാ കാര്യങ്ങൾ, സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ വ്ളോഗിൽ പറയണ പോലെ ഈ വീടിനെ കുറിച്ചിട്ട് ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം പറഞ്ഞാലും എനിക്ക് തീരില്ല. പക്ഷെ അതൊന്നും അവിടെ പറയാൻ എനിക്ക് പറ്റിയില്ല. അതിൽ ഏറ്റവും വലിയൊരു കാര്യം മിസ്സാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂൻ്റെ കാര്യമാണ്. അമ്മൂൻ്റെ കാര്യം മിസ്സാക്കിയത് വളരെ മോശമായി. കാരണം ഒറ്റയ്ക്കല്ല ഈ ഒരു പരിപാടി സംരംഭം നടത്തിക്കൊണ്ട് പോണത്. അത് അമ്മുവിൻ്റെ ഒരു 50-50 എന്ന് പറയാം. അതായത് പെണ്ണുങ്ങൾക്ക് തുല്യനീതി വേണമെന്നൊക്കെ ആണുങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളെ കാര്യത്തിൽ രണ്ടാൾക്കും തുല്യനീതിയായിട്ടാണ് പോണത്. കാരണം കമ്പനീൻ്റെ ഒരു 3/4 ഭാഗം സ്ട്രഗിളും ഓളാണ്. എനിക്ക് ഈ വർക്കിങ്ങിൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ വർക്കിങ്ങിൻ്റെ കാര്യം ഇത്ര ഈസിയാണെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇത്രയും കാലത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ ഈ ചെയ്യണ വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു നോർമലൈസ് അതാണ്. കാരണം ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് വർഷം പുറത്ത് ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ അവിടത്തേക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് സിമ്പിളാണ്. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യണത് നാട്ടിൽ വണ്ടി ഓടിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വർക്ക് പരമായിട്ട് വളരെ ഈസിയാണ്. പക്ഷേ ക്ലയൻറ്റിനെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യണതാണെന്നുണ്ടെങ്കിലും മെറ്റീരിയൽസ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണത് അമ്മുവാണ്. നിങ്ങൾ ഫോൺ വിളിച്ചാലും എടുക്കണത് അമ്മുവാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് ഞങ്ങളെ ഈ ഒരു കമ്പനീൻ്റെ മെയിൻ പാർട്ട്. ഓക്കെ, അത് ഞാനവിടെ പറയാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള ഒരു ചടങ്ങാണ് തോന്നുന്നു. പറയാൻ പറ്റില്ല, കോട്ടയം എല്ലാവരും ഉണ്ടോന്ന് അറിയില്ല. ചേച്ചി എറണാകുളമാണ്. പിന്നെ ഇതിൽ ഇപ്പം എല്ലാ ധാന്യങ്ങളും എല്ലാം വെച്ചിട്ട് പച്ചക്കറി എല്ലാം ആയിട്ട് ആണ് അവർ വീടൊരു റൗണ്ട് ചെയ്തിട്ട് ശേഷമാണ് വീട്ടിലേക്ക് കയറിയത്. അമ്മു റൗണ്ട് അടിച്ചായിരുന്നു. ഞാൻ പിന്നെ ഫോട്ടോ എല്ലാവരും റൗണ്ട് അടിക്കുമ്പോൾ ഞാൻ റൗണ്ട് അടിച്ചു. വീഡിയോഗ്രാഫർ ആയതുകൊണ്ട് എനിക്ക് പിന്നെ അതിൻ്റെ ഒന്നും പോകേണ്ട ആവശ്യം. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോതാണ് കേട്ടോ. നമ്മൾ ഓരോ ഹൗസ് വാമിങ് ചെയ്യുമ്പോഴും വ്യത്യസ്തമാണ്. ചിലവിടെ ഒന്നും ഉണ്ടാവാറുമില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇവർക്കിപ്പോൾ ഇല്ലേ, ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഇപ്പോൾ 2 എണ്ണമാണ്. ഇനിയിപ്പോൾ അടുത്ത 3-ാം തീയതി തിരുവനന്തപുരത്തെയാണ്. അപ്പോൾ ഇനി തിരുവനന്തപുരത്തെ മോഡൽ എന്താണെന്നുള്ളത് അറിയാം. സാധാരണ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർക്ക് ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ ഒരു 4 ജില്ലകളിലോ, നമ്മളങ്ങനെയല്ലല്ലോ. അപ്പോൾ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ചെയ്യണ സമയത്ത് എല്ലാ കൾച്ചറിലും ഓരോ ആൾക്കാർ ചെയ്യണ രീതികളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മറ്റേ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പല സ്ഥലത്തും പല രീതിയിലല്ലേ സംസാരിക്കണേ. നമ്മളെ ഉസ്താദ് എന്താ പറയുക, കുഴിയാട്ട. അപ്പോൾ ഇപ്പം നാളിപ്പോൾ നമ്മൾ ഇവിടെ കോട്ടയത്ത് കുഴിച്ചപ്പോൾ ആ അച്ഛൻ പറഞ്ഞത് വേറൊരു ഇത്. അപ്പോൾ ഇതൊക്കെ ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയണത് നമ്മൾ ഈ കേരളം ഇത്ര ചെറിയൊരു ഇതല്ലേ, ആകെ ഒരു 400-500 കിലോമീറ്റർ ലെങ്ത് തന്നെ എത്രയോ ആൾക്കാർ പല രീതിയിലാണ് ഓരോ വേർഡ്സും ഓരോ കാര്യങ്ങൾക്കും പറയണത്. ഇനി കറക്റ്റ് സമയമായി, രാഹുകാലത്തിന് മുന്നേ കറക്റ്റ് ആ സമയത്ത് തുറക്കണം. 10:50 കയറേണ്ടത്. അപ്പോൾ 10:50 കറക്റ്റായിട്ട് അത് കയറി. പിന്നെ നമ്മളെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഞാനും എൻ്റെ വൈഫാണല്ലോ ഇത് നോക്കണത്. ഇപ്പോൾ സാധാരണ ഇതിന് മുന്നേ ഞാൻ പറയാറുണ്ട്, ഞാൻ ഇതിന് മുന്നേ നോർമൽ കൺസ്ട്രക്ഷൻ ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതിലൊന്നും അങ്ങനെ അമൃതത്തിൽ അത്ര ഇൻവോൾവ് ആയിരുന്നില്ല. കണക്കും കാര്യങ്ങളും അവൾ വീട്ടിലിരുന്ന് നോക്കുന്നല്ലാണ്ട്, കാരണം നമ്മൾ പെരിന്തൽമണ്ണ മാത്രമാണ് അന്ന് വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഓൾ കേരള ആയ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അവൾ ഡീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് 2 പേരോടും നല്ല ഇൻട്രഡക്ഷൻ, അതായത് ആ വീട്ടിൻ്റെ ഗൃഹനാഥനോടും ഗൃഹനാഥയോടും. അപ്പോൾ അതൊരു ഫാമിലി പോലെ. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവളിങ്ങനെ കയറി പോകണമെന്നും കണക്കാക്കണ്ട, ഈ വീട്ടിൽ പാല് കാച്ചലും കഴിഞ്ഞ് അവിടെ ചോറും വെച്ചിട്ടാണ് ഞങ്ങൾ പോരുന്നത്. അപ്പോൾ അതൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഒരു കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വരും, ആ ഉമ്മർത്ത് നിൽക്കും, ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോരും. നമുക്ക് ഒരു പാരിതോഷികമൊക്കെ തന്നു. പക്ഷെ ഞങ്ങൾക്ക് 2 തരുമ്പോൾ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നമുക്കത് ഫസ്റ്റ് അനുഭവമാണ്. അതായത് ഇങ്ങനെ ഒരു വീട് കയറി താമസിക്കുമ്പോൾ വീടിൻ്റെ ഓണേഴ്സ്മാർ ഇങ്ങനെ തരും എന്നുള്ളത് ഒരു ഫസ്റ്റ് അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് 2 ഒരു ദക്ഷിണ എന്നുള്ള രീതിയിൽ അവർ ഒരു കവറിൽ ഒരു തുകയൊക്കെ തന്നിട്ടുണ്ട്. അത് വേണോ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടായിരുന്നു. കാരണം ചേച്ചിക്ക് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഇതായത് അല്ലേ. അവർക്ക് ആ പൈസയും കൂടി അതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ അത് അവർ ചടങ്ങായിട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളെ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദിവസത്തോടെ പോണ സമയത്ത് നമ്മൾ അതിനൊരു ഗിഫ്റ്റ് എന്തെങ്കിലും അവർക്ക് കൊണ്ടു കൊടുക്കും.
പിന്നെ ഇതിൻ്റെ ഗൃഹനാഥ മഞ്ജു ചേച്ചി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് കേട്ടോ ഈ വീട് വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോൾ മനോട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫാമിലി പോലെ ആയതുകൊണ്ട് എന്നോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ ചേച്ചിയുടെ ആണ് ഇതിൻ്റെ 100% എഫേർട്ടും ആ ചേച്ചി എടുത്തിരിക്കുന്നത്. സാബു ചേട്ടൻ എഫേർട്ട് എടുത്തിട്ടില്ല എന്നല്ല പറയണത്. സാബു ചേട്ടന് അസുഖമായിട്ട് ജോലികൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചേച്ചിയാണ് ആ വീട്ടിലെ ഏണിംഗ് മെമ്പർ. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉള്ള സിറ്റുവേഷനിൽ ഇപ്പം നേരത്തെ കണ്ട പോലെ പൊടിമോൾ എന്ന് പറഞ്ഞ വലിയൊരു പെൺകുട്ടിയായില്ലേ, ഏകദേശം ഡിഗ്രി ആയി. അപ്പോൾ ഒരു മോനുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചേച്ചി എടുക്കുന്ന ഒരു എഫേർട്ടിനെയാണ് നമ്മൾ ഈ പ്രൊമോട്ട് ചെയ്യണത്. അല്ലാണ്ട് ഇത്രയും ഇങ്ങനൊരു വീട് വെക്കുക, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുക, അതൊരു ലേഡി ഒറ്റയ്ക്ക് നോക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ. അതിനെന്തായാലും ചേച്ചിക്ക് നല്ലൊരു എന്താ പറയുക കൺഗ്രാറ്റ്സ് തന്നെ ഇതിൽ പറയണം, ഈ വീട് ഈ രീതിയിലാക്കിയതിന്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതിൽ പല പോരായ്മകളും പറയാണ്ടായിരിക്കും. അത് വേറെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വീട് ഒരാൾ വെച്ച് താമസിക്കുമ്പോൾ നമ്മളല്ല അതിൻ്റെ പോരായ്മകൾ പറയേണ്ടത് ആണോ? കാരണം ആ വീട്ടുകാരുടെ അവസ്ഥ, അവരുടെ സാമ്പത്തികം, അതിനൊക്കെ അപേക്ഷികമായിട്ടാണ് ഒരു വീട് നിർമ്മിക്കണത്. അതിലിപ്പോൾ എനിക്കോ നിനക്കോ ഇപ്പോൾ നമ്മൾക്ക് അഭിപ്രായം പറയാം. അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനേക്കാളും നന്നായിട്ട് ചെയ്യാമെന്ന് ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ടൊരു സാധനം വേണം. എന്താ വേണ്ടത്? പൈസ വേണം. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ വെച്ചാൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വീട് നമ്മളെ കോട്ടയത്ത് മാത്യു സാറിൻ്റെ വീടാണ്. അതേപോലത്തെ വീട് എല്ലാവർക്കും വെച്ചുകൊടുക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ സാറ് കറക്റ്റായിട്ട് പൈസ തന്നുകൊണ്ട് വെച്ചുകൊടുക്കാൻ പറ്റി. അത്രയും പൈസ നമ്മളെ കൊണ്ടിട്ട് കയ്യിൽ നിന്ന് എടുത്തിട്ട് വെച്ചുകൊടുക്കാൻ പറ്റുമോ? അതിൻ്റെ കിച്ചൺ നാനോ വെയിറ്റ് ആണ്, അതിന് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്, എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. അപ്പോൾ നമ്മൾ ഒരാളെ വീട് കണ്ടിട്ട് എനിക്ക് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരും പറയും വന്ന് കമൻറ്റ് ചെയ്യും, അത് ശരിയായില്ല, ഇത് ശരിയായില്ല. അങ്ങനെ നിങ്ങൾ ഞങ്ങളെ വീട് പണിക്ക് വിളിക്കും, എന്നിട്ട് നിങ്ങൾ ഫുള്ള് പൈസ തരുന്ന സമയത്ത് നമ്മൾ A to Z നിങ്ങൾ പറഞ്ഞ രീതിയിൽ ചെയ്യും. അപ്പോൾ ചേച്ചിക്കൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ? ഇപ്പോൾ അവരുടെ അടുത്തുള്ള ഇപ്പോൾ എന്നാൽ തന്നെ ഈ ഒരു കിച്ചണൊക്കെ നോക്കി നോക്ക്, നമ്മൾ ഇങ്ങനെ ഒന്നും കൂടി നമ്മളൊരു പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ചേച്ചിയുടെ ഒരു ഇതിൻ്റെ മാക്സിമം ചെയ്തുകൊണ്ടാണ് ഈ കിച്ചണൊക്കെ ഈ ഒരു രൂപത്തിൽ. കാരണം ഞങ്ങൾ സ്ട്രക്ചറാണ് ചെയ്ത് കൊടുത്തത്, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്ട്രക്ചറിൻ്റെ പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ ഈ കിച്ചൺ കബോർഡ്സ് കാര്യങ്ങൾ, ഇതിൻ്റെ ഡോറ്, ഇതൊക്കെ ചേച്ചിയുടെ ഒരൊറ്റ ഇതുകൊണ്ട് ചെയ്യണതാണ്. ഇത് പിന്നെ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഒതുങ്ങിയൊരു വീടാട്ടോ. ഒരു 850 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ് ബാത്റൂം, ഹാള്, കിച്ചൺ, സിറ്റ് ഔട്ടൊക്കെ ആയിട്ട്. ഇതിൻ്റെ പ്ലാന് വരച്ച ചേട്ടനും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് വരച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ നേരത്തെ മറ്റേതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അവിടെ വന്നിരുന്ന ആൾക്കാർ ഭയങ്കര സന്തോഷത്തോടെ അവർ പറയുന്നത് ഞാൻ കേട്ടു, നല്ല അടിപൊളി വീട്, ഒരു 1000 സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടാവും ഇല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നേരത്തെ അവരെ മൈക്ക് തന്നപ്പോൾ പറഞ്ഞത് നിങ്ങൾ വിചാരിച്ച പോലെ 1000 സ്ക്വയർ ഫീറ്റ് അല്ല, ഇത് 850 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെന്ന്. അതിൻ്റെ ആ ക്രെഡിറ്റ് ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ ഏറ്റെടുത്തു. കാരണം അത് നമ്മളെ 4 ഇഞ്ചിൻ്റെ ചുമര് വെക്കുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഫീല് തോന്നിയത്. പിന്നെ നമ്മൾ പറഞ്ഞപ്പോഴാണ് അവർക്കൊക്കെ അല്ലേ മനസ്സിലായത്. നമ്മൾ ഒരുപാട് വീട് കയറി താമസിക്കാൻ പോകാറുണ്ട്, പക്ഷെ ആർക്കും അറിയില്ല ഇത് കോൺക്രീറ്റിൽ ചെയ്താണെന്ന്. നമ്മളിത് പറയുമ്പോൾ മാത്രമേ അറിയുള്ളൂ. പക്ഷെ അങ്ങനെ പറയാനൊരു അവസരം കിട്ടിയത് ഈ വീട്ടിലാണ്. ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ പോണു, ഭക്ഷണം കഴിക്കണ പോകുന്നു, അല്ലാണ്ട് നമ്മൾ ആരോട് പറയാറില്ലല്ലോ ഇത് നമ്മൾ ഈ രീതിയിൽ ചെയ്ത വീട്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കാണുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ ചെയ്ത വീടാണ്, ലേന കൺസ്ട്രക്ഷൻ ചെയ്ത വീടാണ്, ഇത് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ വീട്ടിൽ ഇത് കയറി താമസം കൂടാൻ വന്ന ആൾക്കാർക്ക് ആർക്കും അറിയില്ല ഇത് ഈ രീതിയിൽ ചെയ്ത വീടാണെന്നോ. കോൺട്രാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്ന കല്ല് വെച്ച് ചെയ്തൊരു വീട് അതിന്റെ കോൺട്രാക്ടേഴ്സ് എന്ന് ചിന്തിക്കുന്നുള്ളൂ. അത് ഞാൻ അവരോട് പറഞ്ഞപ്പോഴാണ് അവരിങ്ങനെ ചില ആൾക്കാരെ, പക്ഷെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയില്ല, കാരണം അമ്മു എൻ്റെ ഫേസാണ് എടുത്തിരുന്നത്. പക്ഷെ എനിക്ക് സംസാരിക്കുമ്പോൾ അവരുടെ ഫേസ് കാണാമായിരുന്നു. അപ്പോഴാണ് അവർ ഇങ്ങനെ അവിടെ ഞാൻ ആ സംസാരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 100 ആൾക്കാരുണ്ടായിരുന്നു. ആ 100 ആൾക്കാരിൽ ചുരുങ്ങിയത് ഒരു 50 വിസിറ്റിംഗ് കാർഡിൻ്റെ അവിടെ ചിലവായിട്ടുണ്ട്. കാരണം അത് ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അവരാകെ കണ്ണ് തള്ളിയതും അവർ വീടുകളൊക്കെ നോക്കാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ വിസിറ്റിംഗ് കാർഡ് ചോദിച്ചു അല്ലേ? വിസിറ്റിംഗ് കാർഡ് ചോദിക്കാല്ലേ, എനിക്ക് മേടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര ഇതുണ്ട്. സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല ഇത് അവർ സാധാരണ ഒരു വീട് കയറി താമസിക്കുന്ന പോലെ വരുന്നു, അവർ അറ്റൻഡ് ചെയ്യണു, പോണു.
പക്ഷേ നമുക്കവിടെ സംസാരിക്കാൻ ഒരു അവസരം തന്നപ്പോൾ തന്നെ ഇത് ഈ രീതിയിലാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്കൊരു ക്യൂരിയോസിറ്റി വന്നു. ഇത് കോൺക്രീറ്റിലാണോ ഈ വീട് ചെയ്തിരിക്കുന്നത്? അയ്യോ, ഇതിൻ്റെ ചുമര് 4 ഇഞ്ചാണ് തിക്നെസ്. അപ്പോഴാണ് അവർ കണ്ണിൽ അത് കണ്ടത്. പിന്നെ ഞാനത് മൈക്ക് അവിടെ വെച്ച് ഇറങ്ങുന്ന സമയത്ത് തന്നെ എന്നോട് ഓരോരുത്തർ വിസിറ്റിംഗ് കാർഡ് ചോദിക്കാൻ തുടങ്ങി. ഒരു വീട് വെച്ച് കൊടുത്ത് പിന്നെ അതിൻ്റെ ഫുൾ ഫിനിഷ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഹൗസ് വാമിങ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാട്ടോ. കാരണം യാതൊരുവിധ പിണക്കങ്ങളും ഇല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ആ വീടിൻ്റെ ഹൗസ് വാമിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. കാരണം മനോട്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ക്ലയൻറ്റിനെയും 100% ഹാപ്പി ആക്കാൻ പറ്റില്ല എന്ന്. കാരണം പ്രത്യേകിച്ച് നമ്മളെ ഈ വർക്കിൽ, കാരണം അതായത് നമ്മളെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. കാരണം ഞാൻ ഈ അല്ലല്ലോ വീടുകൾ ചെയ്യണത്, നമ്മളെ വർക്കേഴ്സും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ചെയ്യണത്. ഒരു മൈനോട്ട് പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഈസിയാണ്. പക്ഷേ ഇത് നമ്മൾ എത്ര ആത്മാർത്ഥതായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളെ പേരിൽ കുറ്റം കണ്ടുപിടിക്കാൻ ഈസിയാണ്. പക്ഷെ നമ്മളെ എഫേർട്ട് മനസ്സിലാക്കിയ ആൾക്കാർ മാത്രമാണ് നമ്മളെ ഈ ലാസ്റ്റ് ഈ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വിളിക്കുള്ളൂ. കാരണം അവർക്കും കൂടി തോന്നും ഇവർ വന്ന് ചെയ്തത് അത്രയും ആത്മാർത്ഥമായിട്ടാണ് തോന്നുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മളെ വിളിക്കുക. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ 3-ാം തീയതി തിരുവനന്തപുരം പോകാൻ പോണത്. ഇത് സത്യം പറഞ്ഞ ഒരു സ്ട്രഗിളാണ് കേട്ടോ. കാരണം ഓരോ ക്ലയൻറ്റിനെയും നമുക്ക് പറ്റാവുന്നത്ര ഹാപ്പി ആക്കി പിന്നെ അവരുടെ സ്ട്രെച്ചർ കഴിഞ്ഞ ശേഷം അവർക്ക് ഫുൾ ഫിനിഷിന് വേണ്ട ഞങ്ങളെയും കൊണ്ട് പറ്റുന്ന പോലെ സപ്പോർട്ടെല്ലാം കൊടുത്ത് അതിൻ്റെ ഹൗസ് വാമിങ് കൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ഞങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കും. ആ വീടിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞ് അവർ താമസിക്കുമ്പോഴൊരു സന്തോഷം, അതേപോലെ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റി ഇതെല്ലാം കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. നമ്മൾ ഇപ്പോൾ ഓൾ കേരള ചെയ്യണ കാരണം കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ നമ്മൾ പാസിങ് ഏരിയയിലായിരിക്കും, അത് നമ്മൾ പോണ വഴിക്കിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്ട്രെച്ചർ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളവിടെ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെയല്ല. ഇപ്പോൾ ഈ സൈറ്റിൽ തന്നെ ചേച്ചി ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ആ വീട്ടിൽ കയറിയിരുന്നു. പിന്നെ നമ്മളൊരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഈ ഒരു വീടിന് തന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ കംപ്ലീറ്റ് നമ്മൾ അയച്ചേട്ടനാണ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ കോട്ടയത്തുള്ള അയച്ചേട്ടനാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രിക്കലും പ്ലംബിങ്ങും. അതായത് ഞങ്ങളെ സ്ട്രെച്ച് ഇപ്പോൾ സാധാരണ ആൾക്കാർ ചോദിക്കില്ലേ ബാക്കിയൊക്കെ ആരാ ചെയ്യാന്ന്. നിങ്ങൾ ഈ കാണുന്ന ലൈറ്റുകളും എല്ലാം കത്തിച്ചത് ഈ ബാത്റൂമിൻ്റെ പ്ലംബിങ്ങും ഒക്കെ ചെയ്ത് നമ്മളെ ബാക്ക് സപ്പോർട്ട് കൂടിയിട്ടാണ്. നേരെ മറിച്ച് ടൈൽസ് ചേച്ചി വേറെ ആൾക്കാരവിടെ വിളിച്ചു. അപ്പോൾ അവർക്ക് പറ്റാവുന്ന ആൾക്കാരെ അവർക്ക് വിളിക്കാം. അവർക്ക് ആരെയാണോ കിട്ടാത്തത് അവർ നമ്മൾ ബാക്ക് സപ്പോർട്ട് കൊടുക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ബാക്ക് സപ്പോർട്ട്. അതല്ല ഈ ഒരു വീട് ഫുൾ ഫിനിഷ് വരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് പ്രൈസ് മേടിക്കണം വേണ്ടേ. കാരണം നമുക്ക് വെറുതെ വീട്ടിൽ പോയി നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഇല്ലാണ്ട് നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഈ യാത്രയ്ക്കുള്ള ചിലവ് തന്നെ വലിയൊരു എക്സ്പെൻസ് വരും. അപ്പോൾ അതാത് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്ന ജോലി നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് പറ്റാത്തത്, അതായത് ഇപ്പോൾ നമ്മളൊരു വീട് നിർമ്മിച്ച് നൽകിയിട്ട് നിങ്ങൾക്ക് പറ്റാത്തത് നമ്മളെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈൽസ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിലും ഏതൊരു വർക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനൊരു ബാക്ക് സപ്പോർട്ട് ചെയ്യും. ഗാനമേള എന്തായാലും അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ നമ്മുടെ വയസ്സായ ഒരു അച്ഛനും അമ്മയും നമ്മൾ നോക്കുന്നുണ്ടല്ലോ മൈലപ്പുറയിലത്തെ, അവരുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിട്ട് കുറച്ച് ദിവസമായി, 15 ദിവസമായി. അപ്പോൾ നമ്മുടെ വർക്കേഴ്സ് അവിടെ പോയി നോക്കിയിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ഇപ്പോൾ വർക്കെല്ലാം കുറച്ച് ഡിലേ ആയിട്ടാണ് നടക്കുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മഴക്കാലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ പ്രൊജക്ട്സ് ഒന്നും തുടങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പം മൊത്തത്തിൽ അതിൻ്റെയും ഒരു ടെൻഷനും അതേപോലെ അതിൻ്റെതായ സ്ട്രെസ്സും ഇപ്പോൾ ഞങ്ങൾക്കുണ്ട്. നമ്മളൊക്കെ അത് ബുക്കിംഗ് എടുത്ത് ചെയ്യണ കാരണം കൊണ്ട് ഓരോ ആൾക്കാരും നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡിലേ ഒന്നും ഇവർക്ക് മനസ്സിലാവില്ല. കാരണം അവരുടെ നാട്ടിൽ മഴയില്ലാന്ന് ചിന്തിക്കണുള്ളൂ. നമ്മളെ വർക്ക് നടക്കുന്ന സ്ഥലങ്ങളിൽ മഴയായി കഴിഞ്ഞാലും നമ്മളെ വർക്കുകൾ ഡിലേ ആവും. കാരണം ഇപ്പോൾ നമുക്ക് വയനാട് മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ വർക്ക് നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഏത് ജില്ലയിലും മഴ പെയ്താലും ഞങ്ങളെ ബാധിക്കും കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ മഞ്ജു ചേച്ചിക്ക് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഈ വീട്ടിൽ ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. എന്തായാലും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.